സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 23. എനിക്കിനി ഇവിടുന്ന് വണ്ടി കിട്ടുമോ? അയാൾ സംശയം പ്രകടിപ്പിച്ചു. വണ്ടി കിട്ടുന്നിടം വരെ ഞാൻ ജീപ്പയിൽ കൊണ്ടുവിടും, അല്ലാതെ വഴിയിലിറക്കി വിട്ട ചെറ്റത്തരം കാണിക്കില്ല. മുതലാളിക്ക് അതൊക്കെ ഭയങ്കര നിർബന്ധമാണ്. എന്നാൽ ഞാൻ അളിയനോടൊന്ന് പറഞ്ഞിട്ട് വരാം. അതിൻ്റെ ആവശ്യമുണ്ടോ? പറയാതെ പോയാൽ എങ്ങനാ? സത്യപാലൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് വാതിൽ തുറന്നകത്തേക്ക് പോയി. അതൊരു സ്യൂട്ട് റൂമായിരുന്നു. ഇരിപ്പുമുറിക്കപ്പുറം ഭക്ഷണത്തിനുള്ള ചെറിയൊരു ഡൈനിങ് റൂം, അതിനപ്പുറത്ത് ബെഡ്റൂം. സത്യപാലൻ ചെല്ലുമ്പോൾ പ്രിൻസി അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. യോഹന്നാൻ ഒന്നിങ്ങോട്ട് വന്നേ, സത്യപാലൻ വിളിച്ചു. യോഹന്നാൻ ഉടൻ പുറത്തേക്കിറങ്ങി. അവർ ജോയിച്ചായൻ്റെ അടുത്തെത്തി. ഇവർ പറയുന്നു ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന്. എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ അളിയാ? ആ പൊയ്ക്കോ. എറണാകുളത്ത് വന്നാലും കാണാൻ പറ്റില്ലല്ലോ. എന്തേലും അത്യാവശ്യമുണ്ടെങ്കിൽ വിവരമൊന്ന് അറിയിച്ചാൽ മതി. ആ, അറിയിക്കാം. ഇപ്പോഴാണെങ്കിൽ എന്നെ വണ്ടി കിട്ടുന്നിടം വരെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. കട്ടപ്പന ചെന്ന വണ്ടി കിട്ടിയേക്കും. പോട്ടെ. ആ, വേറൊന്നും പറയാനില്ലല്ലോ? ഇല്ല. അളിയെ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. ഞാൻ പ്രാർത്ഥിച്ചോളാം. പെട്ടെന്ന് യോഹന്നാൻ്റെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ തുളുമ്പിച്ചാടി. ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച് അയാൾ തേങ്ങലമർത്തി. അത് കണ്ടപ്പോൾ ജോയിച്ചായനും വിഷമമായി. അളിയൻ എന്തിനാ കരയുന്നേ? ഒന്നും സംഭവിക്കില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് പോവുകയില്ലായിരുന്നു. പൊയ്ക്കോ. ജോയിച്ചായൻ അപ്പോൾ തന്നെ യാത്ര പറഞ്ഞിറങ്ങി. സത്യപാലൻ അയാളെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. വെള്ളിക്കുളം ബംഗ്ലാവിൻ്റെ വാതിലുകളെല്ലാം അടഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാദേവൻ തമ്പി ധർമ്മരാജനെ വിളിച്ചു. ധർമ്മരാജൻ മുറിയിലെത്തി. അവരോട് വരാൻ പറ. ആരൊക്കെ വേണം? ആദ്യം ആ പെണ്ണിനെ കൊണ്ടുവാ. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ. യോഹന്നാനെയോ? ഞാൻ പറയാം. അവരെല്ലാം ചേർന്നാലും എൻ്റെ മോൻ്റെ ഒരു തുള്ളി ചോരയ്ക്ക് പകരമാവില്ലടോ. ധർമ്മരാജൻ മുറി വിട്ടുപോയി. 10 മിനിറ്റിനുള്ളിൽ ധർമ്മരാജൻ തിരിച്ചെത്തി. അയാളുടെ പിന്നിലായി പ്രിൻസി നിലയുറപ്പിച്ചു. ഇനി പൊയ്ക്കോ, ഞാൻ വിളിക്കാം. ധർമ്മരാജൻ മുറി വിട്ടിറങ്ങി. വാതിൽ പുറമേ നിന്ന് ചേർത്തടച്ചു. മഹാദേവൻ തമ്പി പ്രിൻസിയുടെ സമീപം വന്നു. അവളെ അടിമുടി നോക്കി. പ്രിൻസിയുടെ മുഖം താണിരുന്നു. ഇവിടെ നോക്കടി. മഹാദേവൻ തമ്പി ഒരു നായ്ക്കുട്ടിയുടെ താടിക്ക് പിടിച്ച് പൊക്കുന്നത് പോലെ അവളുടെ താടിക്ക് പിടിച്ച് മുഖം മേലോട്ടുയർത്തി. അവളുടെ ചുണ്ടുകൾ വിറകൊണ്ടു. പ്രിൻസി പേടിയോടെ മഹാദേവൻ തമ്പിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നരേന്ദ്രനെ നീ കണ്ടിട്ടുണ്ടോ മോളെ? സൗമ്യ സ്വരത്തിൽ തമ്പി ചോദിച്ചു. അവളുടെ മുഖം ഇപ്പോഴും അയാളുടെ കൈപ്പത്തിക്കുള്ളിലായിരുന്നു. ഉണ്ട്, വിറയാർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു. എവിടെ വെച്ച്? വീട്ടിൽ വന്നിട്ടുണ്ട്. മിടുക്കി. എന്തിനാ വന്നത്? അറിയില്ല. നിങ്ങളെ അയാൾ പണം തന്ന് സഹായിക്കാറുണ്ടോ? എനിക്കറിയില്ല. കള്ളം പറയരുത്. എൻ്റെ മുഖത്ത് നോക്ക്. ഞാൻ കണ്ടിട്ടില്ല, അവൾ മറുപടി ആവർത്തിച്ചു. നിൻ്റെ അച്ചാച്ചൻ അവനെ പണം കൊടുത്ത് സഹായിക്കാറുണ്ടോ? അതും ഞാൻ കണ്ടിട്ടില്ല. അവൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാറില്ലേ? ഇല്ല. എന്നെപ്പറ്റി, എൻ്റെ ആൾക്കാരെപ്പറ്റി, എൻ്റെ താവളങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ അവന് കൊടുത്ത് സഹായിച്ചത് നിൻ്റെ അച്ചാച്ചനല്ലേ? എനിക്കറിയാൻ വയ്യ. ശരി, ആരൊക്കെയാണ് അവൻ്റെ കൂട്ടാളികൾ? അറിഞ്ഞുകൂടാ. ആരെയും നീ കണ്ടിട്ടില്ലേ? ഇല്ല. അവരാരും നിൻ്റെ വീട്ടിൽ വന്നിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. അവരുടെയൊന്നും പേര് പോലും നിനക്കറിയില്ല? ഇല്ല. കഷ്ടം. നീയും നിൻ്റെ അച്ചാച്ചനെ പോലെ തന്നെയാണല്ലോ. നിന്നോട് ചോദിച്ച അത്രയും ചോദ്യങ്ങൾ ഞാൻ നിൻ്റെ അച്ചാച്ചനോടും ചോദിച്ചു. ഇതിൽ കൂടുതലൊന്നും അയാളും പറയുന്നില്ല. മഹാദേവൻ തമ്പി അവളുടെ മുഖം തൻ്റെ കൈപ്പിടിയിൽ നിന്ന് മോചിപ്പിച്ചിട്ട് തൻ്റെ ചുരുട്ട് കത്തിച്ചു. അയാൾ ജനാലയ്ക്കിലേക്ക് നീങ്ങി അതിൻ്റെ പാളികൾ അടച്ചു. നീ നിലവിളിച്ചാൽ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനാണ്. മഹാദേവൻ തമ്പി തിരിഞ്ഞ് പ്രിൻസിയെ നോക്കി ചെറുചിരിയോടെ പറഞ്ഞു. അയാൾ തിരികെ അവളുടെ അരികെ വന്നു. എൻ്റെ മകനെ കൊന്നവനാ നരേന്ദ്രൻ. അവനെ സഹായിച്ച ആരോടും ഞാൻ ക്ഷമിക്കില്ല. ഒരു കടുങ്കൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതേപ്പറ്റി ഓർത്ത് പശ്ചാത്താപിക്കാറില്ല ഞാൻ. അതിനു മുമ്പേ വരുംവരായികൾ ആലോചിച്ച് നോക്കും. അതുകൊണ്ടാ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അപ്പനും അമ്മയും അനുജനും നീയും ജീവനോടെ ഈ ബംഗ്ലാവിന് പുറത്തു പോവില്ല. അതിനു മുമ്പ് നിൻ്റെ മാനോ നിനക്ക് പണയപ്പെടുത്തേണ്ടി വരും. തലകുനിച്ച് നിന്ന പ്രിൻസിയുടെ താടി ചൂണ്ടുവിരലിൽ താങ്ങി അയാൾ ഉയർത്തി. തടിച്ച വിരലുകളാൽ അയാൾ അവളുടെ മൃദുലമായ കവിൾത്തടങ്ങളിൽ തലോടി. മേൽചുണ്ടിനു മീതെ അയാൾ വലങ്കൈയുടെ തള്ളവിരൽ ഓടിച്ചു. ഇനി പറ, അവൻ്റെ താവളം എവിടെയാ? എനിക്കറിയില്ല. അവളുടെ ഉടലിൽ വിറ പടർന്നു. മഹാദേവൻ തമ്പി അവളുടെ ഇരു തോളിലും പിടിച്ചു. അവളുടെ ഇരു കൈകളിലൂടെ അയാളുടെ കൈത്തലങ്ങൾ ഊർന്നിറങ്ങി. പ്രിൻസി ഒന്ന് ഏങ്ങലടിച്ചു. അയ്യേ, കരയരുത്.
മഹാദേവൻ തമ്പി നേരിയ ചിരിയോടെ പറഞ്ഞു. പൊടുന്നനെ അവൾ വാതിലിന് നേർക്ക് തിരിഞ്ഞോടി. ചേർത്തടച്ചിരുന്ന വാതിൽ അവൾ വലിച്ചു തുറന്നു. അച്ചാച്ചാ! അവളുടെ ഭയാക്രാന്തമായ കരച്ചിൽ ആ ബംഗ്ലാവിൻ്റെ വിശാലമായ ഹാളിൽ അലയടിച്ചു. താഴെ ധർമ്മരാജൻ്റെ കത്തിമുനയ്ക്ക് മുമ്പിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു യോഹന്നാൻ. അതിവിശാലമായ ഹാളിൻ്റെ 4 ചുറ്റുമുള്ള ബാൽക്കണിയിലൂടെ പ്രിൻസി ഓടി. എല്ലായിടത്തും ചുവന്ന പരവതാനി ഒരേ മട്ടിൽ വിരിച്ചിരുന്നതിനാൽ താഴേക്കിറങ്ങാനുള്ള പടികൾ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. മഹാദേവൻ തമ്പി ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതോടെ അവൾ തിരിഞ്ഞോടി. ഇത്തവണ സ്റ്റെയർ കേസ് കണ്ടുപിടിച്ച് അവൾ താഴെ എത്തി. അച്ചാച്ചാ! യോഹന്നാൻ്റെ ദേഹത്തേക്ക് അവൾ അലച്ചു വീണു. ധർമ്മൻ! മുകളിൽ നിന്ന് മഹാദേവൻ തമ്പി വിളിച്ചു. ധർമ്മരാജൻ പ്രിൻസിയെ യോഹന്നാനിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിച്ചു. പ്രിൻസി അലറിക്കരഞ്ഞുകൊണ്ട് യോഹന്നാനെ അള്ളിപ്പിടിച്ചു. ധർമ്മരാജൻ അവളുടെ കൈ രണ്ടും വിടുവിച്ച് പിന്നോട്ട് വളച്ചു. പിന്നെ അവളെ പൊക്കിയെടുത്ത് ഒരു ഷാൾ മടക്കിയിടും പോലെ നിസാരമായി തോളിലിട്ടുകൊണ്ട് നടന്നു. കോണിപ്പടികൾ കയറി അയാൾ മുകളിലെത്തി. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയ യോഹന്നാൻ്റെ ശ്രവണപുടങ്ങളിൽ അവളുടെ കരച്ചിൽ വന്ന് അലച്ചുകൊണ്ടിരുന്നു. കാലിലെ അദൃശ്യമായ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടെന്ന പോലെ യോഹന്നാൻ മുകൾ നിലയിലേക്ക് കുതിച്ചു. ധർമ്മരാജൻ പ്രിൻസിയെ മഹാദേവൻ തമ്പിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരു ചുമട് താഴേക്കിടും പോലെ അവളെ കിടക്കയിലേക്കിട്ടു. പ്രിൻസി അടുത്ത നിമിഷം പിടഞ്ഞെണീറ്റു. മഹാദേവൻ തമ്പി അവളുടെ മുന്നിലേക്ക് ചെന്നു. മുതലാളി! വാതിലിൽ നിന്ന് യോഹന്നാൻ്റെ ആർത്തനാദം കേട്ടു. അയാൾ ഓടി മഹാദേവൻ തമ്പിയുടെ മുന്നിലെത്തി. എൻ്റെ മോളെ ഉപദ്രവിക്കല്ലേ, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, യോഹന്നാൻ കൈകൂപ്പി യാചിച്ചു. മഹാദേവൻ തമ്പി കൈ വീശി പ്രിൻസിയുടെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു. അവൾ കിടക്കയിലേക്ക് വീണുപോയി. മഹാദേവൻ തമ്പി യോഹന്നാൻ്റെ നേർക്ക് തിരിഞ്ഞു. അവൾ ചെയ്ത തെറ്റിൻ്റെ അല്ല, നീ ചെയ്ത തെറ്റിൻ്റെ ഫലമാ നിൻ്റെ മകളിപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. അയാൾ പ്രിൻസിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് യോഹന്നാൻ അഭിമുഖമായി നിർത്തി. അവളുടെ ഉദരത്തിനു മീതെ ഇടതുകരം ചുറ്റി തൻ്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചു. കഴുത്തൊടിഞ്ഞ പോലെ കുഴഞ്ഞു തൂങ്ങി അവളുടെ മുഖം വലതുകരം കൊണ്ട് പിടിച്ചു മേലോട്ടുയർത്തി. അവളുടെ ഇടത്തേ കവിൾ ചുവന്നു തിണർത്ത് കിടന്നു. ചുണ്ടിൻ്റെ കോണിലൂടെ ഒരു തുള്ളി ചോര ഒലിച്ചിറങ്ങി. കവളത്തേക്ക് ഒഴുകി വീണ മുടിയിഴകൾ അയാൾ മാടിയൊതുക്കി. നിനക്ക് വേദനിച്ചുവല്ലേ? അയാൾ അവളുടെ കവിളിൽ അരുമയായി തലോടി. സാരമില്ല കേട്ടോ. അവളുടെ കവിളത്ത് ചുംബിച്ചുകൊണ്ട് അയാൾ മന്ത്രിച്ചു. അവളെ ഒന്നും ചെയ്യല്ലേ മുതലാളി. യോഹന്നാൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുളുമ്പിച്ചാടി. എങ്കിൽ പറ, എവിടെയാണ് അവൻ്റെ താവളം? ആ പെണ്ണുങ്ങളെ എവിടേക്കാ അവൻ മാറ്റിയിരിക്കുന്നേ? എനിക്ക് അറിയാവുന്ന എല്ലാ വിവരവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും എനിക്കറിയാൻ വയ്യ മുതലാളി. അയാളെ പിടിച്ച് മുറിക്ക് പുറത്താക്ക് ധർമ്മ. ധർമ്മരാജൻ യോഹന്നാൻ്റെ മുമ്പിൽ ചെന്ന് അയാളുടെ കൂപ്പിയ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വാ, നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. താഴെ ടെലിഫോൺ ബെൽസ് മുഴങ്ങുന്നത് കേൾക്കാമായിരുന്നു. നീ ആദ്യം ഫോൺ അറ്റൻഡ് ചെയ്യ്, മഹാദേവൻ തമ്പി നിർദ്ദേശിച്ചു. ധർമ്മരാജൻ പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ റൂമിലെ ഫോണും ശബ്ദിച്ചു തുടങ്ങി. ധർമ്മരാജൻ ചെന്ന് റിസീവർ എടുത്തു. മഹാദേവൻ തമ്പി കുതറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രിൻസിയുടെ കാതിൽ പറഞ്ഞു. അടങ്ങി നിന്നോ, അതാ നിനക്ക് നല്ലത്. മുതലാളി, എറണാകുളത്തുനിന്നാ, ധർമ്മരാജൻ പറഞ്ഞു. പ്രിൻസിയുടെ മേൽ ചുറ്റിയ കൈ അയച്ചിട്ട് മഹാദേവൻ തമ്പി ഫോണിന് നേർക്ക് നീങ്ങി. അയാൾ ചെന്ന് റിസീവർ എടുത്തു. ഹലോ അച്ഛാ, ഞാനാ ശൈലജ. തൻ്റെ മകളുടെ പരിഭ്രാന്തമായ ശബ്ദം കേട്ട് മഹാദേവൻ തമ്പി അമ്പരന്നു. എന്താ മോളെ? എൻ്റെ മോനെ കാണാനില്ലച്ചാ. തുടർന്ന് ശൈലജയുടെ കരച്ചിലാണ് കേട്ടത്. മഹാദേവൻ തമ്പി സ്തംഭിച്ച് നിന്നുപോയി. അച്ഛൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരണേ, ഞങ്ങൾ പോലീസിൽ അറിയിച്ചിട്ടൊന്നുണ്ട്. നീ ഇപ്പോൾ എവിടുന്നാ മോളെ വിളിക്കുന്നേ? എറണാകുളത്തുനിന്നാ. വൈശാഖൻ എന്തിയേ? വൈശാഖനാ മറ്റേ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നേ. എന്താ മോളെ സംഭവിച്ചത്? മനുഷ്യനെ വിഷമിപ്പിക്കാതെ നീ ഒന്ന് തെളിച്ചു പറ. മോനെ എങ്ങനെ കാണാതായെന്നാ? എവിടുന്ന്? മറുപടി കരച്ചിലായിരുന്നു. എനിക്ക് പറയാൻ വയ്യ, ഞാൻ വൈശാഖൻ്റെ കയ്യിൽ കൊടുക്കാം. അടുത്ത നിമിഷം മറുവശത്തു നിന്ന് വൈശാഖൻ്റെ സ്വരം കേട്ടു. മഹാദേവൻ തമ്പി ആവശ്യപ്പെട്ടതനുസരിച്ച് വൈശാഖൻ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു തുടങ്ങി. ഞങ്ങളെല്ലാം ഹോസ്പിറ്റൽ റൂമിലുണ്ടായിരുന്നു. മോനിടയ്ക്ക് വാതിൽ തുറന്ന് കോറിഡോറിൽ ഇറങ്ങും. അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് റൂമിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. മുറിയിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവം അവനില്ലല്ലോ. കുറേ നാളായിട്ട് സ്ഥിരമായി നിൽക്കുന്നത് കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ അവന് നല്ല പരിചയമാണ്. ഇടയ്ക്ക് ചിലപ്പോൾ നേഴ്സിൻ്റെ ഡ്യൂട്ടി റൂമിൽ പോയി ഇരിക്കാറുണ്ട്. എന്നിട്ട് മോൻ റൂമിൽ നിന്ന് പുറത്തു പോയി കുറേ നേരം കഴിഞ്ഞിട്ടും കണ്ടില്ല. പ്രസന്നൻ അവനെ തിരക്കി കോറിഡോറിലും റൂഫ് ഗാർഡനിലും പോയി നോക്കി. കാണാഞ്ഞിട്ട് നേഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിലും ചെന്നു. അവരാരും കണ്ടിട്ടില്ല. ഞങ്ങൾ ഹോസ്പിറ്റൽ മുഴുവൻ അന്വേഷിച്ചു.
ഹോസ്പിറ്റൽ കോമ്പൗണ്ടിനുള്ളിൽ ഇനി തിരയാത്ത സ്ഥലമില്ല. കുറച്ചു മുമ്പ് പോലീസിലും വിവരം അറിയിച്ചു. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുറേ നേരമായിട്ട് എസ്റ്റേറ്റിലോട്ട് ട്രൈ ചെയ്യുന്നു. ഇപ്പോഴാ ലൈൻ കിട്ടിയത്. വൈശാഖൻ്റെ ശബ്ദവും പരിഭ്രാന്തി നിറഞ്ഞതായിരുന്നു. മഹാദേവൻ തമ്പിയുടെ തലച്ചോറിലൂടെ 100,000 ചിന്തകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഞങ്ങളിനി എന്താ അച്ഛ ചെയ്യേണ്ടത്? വൈശാഖൻ വേവലാതിയോടെ ചോദിച്ചു. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഉടനെ അങ്ങോട്ട് വരികയാ. മഹാദേവൻ തമ്പി ഫോൺ വെച്ചു. ധർമ്മ, ആദികലർന്ന ശബ്ദത്തിൽ മഹാദേവൻ തമ്പി വിളിച്ചു. എന്തോ കുഴപ്പമുണ്ടെന്ന് ധർമ്മരാജന് മനസ്സിലായി. ശൈലജയുടെ മോനെ കാണാനില്ല. വേഗം കാറ് ഇറക്ക്. നമ്മൾ ഉടനെ എറണാകുളത്തിന് തിരിക്കുകയാ. ധർമ്മരാജൻ പകച്ചു നിന്നു. നീ എന്താ തൂണുപോലെ നിൽക്കുന്നേ? ഉടൻ പുറപ്പെടണം. മഹാദേവൻ തമ്പി വേഷം മാറാൻ വേണ്ടി അലമാരയ്ക്കടുത്തേക്ക് നീങ്ങി. ഇവരെ എന്താ ചെയ്യേണ്ടത്? ധർമ്മരാജൻ ചോദിച്ചു. എല്ലാറ്റിനെയും കൂടെ ഒരു മുറിയിലിട്ട് പൂട്ടിയേക്ക്. ഇവിടെ സത്യപാലൻ ഉണ്ടല്ലോ. സത്യപാലൻ ജീപ്പും കൊണ്ട് പോയിരിക്കുക മണിമലയെന്ന് വന്നയാളെ കൊണ്ടുവിടാൻ. എന്നാൽ നീ അത് ചെയ്യ്. മുതലാളി, ഒരു സംശയം. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുലയ്ക്കടാ. നമ്മൾ എറണാകുളത്തിന് പോയിട്ട് കാര്യമുണ്ടോ? പിന്നെ എന്ത് ചെയ്യണം? ധർമ്മരാജൻ പറയാൻ മടിച്ചു. അപ്പോൾ വീണ്ടും ടെലിഫോൺ ശബ്ദിച്ചു. മഹാദേവൻ തമ്പി ഉൾക്കിടിലത്തോടെ അതിന് നേർക്ക് നോക്കി. ഫോൺ അറ്റൻഡ് ചെയ്യടാ. അയാൾ ചീറി. ധർമ്മരാജൻ ചെന്ന് റിസീവർ എടുത്തു. എന്നിട്ട് മഹാദേവൻ തമ്പിയോട് പറഞ്ഞു. മുതലാളിക്കാണ്. മഹാദേവൻ തമ്പി ചെന്ന് റിസീവർ പിടിച്ചു വാങ്ങി. ഹലോ, മഹാദേവൻ തമ്പിയാണോ? അതെ, ഒരത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചതാ. ഞങ്ങളുടെ കൈവശം ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അത് തൻ്റെ മകളുടെ കുട്ടിയാണോ എന്നൊരു സംശയം. മഹാദേവൻ തമ്പി വിയർക്കാൻ തുടങ്ങി. നിങ്ങൾ ആരാ? എവിടുന്നാ? ഞാൻ ആരും ആയിക്കോട്ടെ, കുട്ടി എൻ്റെ കസ്റ്റഡിയിലുണ്ട്. തൻ്റെ മോളുടെ നമ്പർ തന്നാൽ ഞാൻ അവരോട് പറഞ്ഞോളാം ബാക്കി കാര്യങ്ങൾ. നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നതെന്ന് പറയൂ. വൈകുണ്ഠത്തിന്ന്. തനിക്ക് നമ്പർ തരാൻ സൗകര്യമുണ്ടെങ്കിൽ തരിക. കുട്ടിയെ നിങ്ങൾക്ക് ജീവനോടെ തിരിച്ചു വേണമെങ്കിൽ മാത്രം മതി. മഹാദേവൻ തമ്പി ഇതികർത്തവ്യതാമൂഢനായി നിന്നു. നിനക്ക് ആലോചിക്കണം അല്ലേ? 2 മിനിറ്റ് തരാമടാ പന്നിയുടെ മോനെ. അയാളുടെ കയ്യിൽ നിന്ന് റിസീവർ ഞെരിഞ്ഞു. നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അയാൾ ധർമ്മരാജനെ നോക്കി. അനോണിമസ് കോളാ. കുട്ടി അവൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന്. ശൈലജയുടെ നമ്പർ കൊടുക്കാൻ. കൊടുത്തേക്ക് മുതലാളി. എന്തെങ്കിലും ക്ലൂ കിട്ടണമെങ്കിൽ അതേയുള്ളൂ മാർഗം. മഹാദേവൻ തമ്പി ശൈലജയുടെ മൊബൈൽ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു. നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതല്ലേടാ ആദ്യമേ പറഞ്ഞത്. ഒന്നിനും ധൃതി പിടിക്കണ്ട. കുറുനരി ഒളിച്ചിരിക്കുന്ന ആ കഷ്ടി തലകൊണ്ട് എന്തെങ്കിലും ഒരു കുരുട്ടുബുദ്ധി ആലോചിക്ക്. അപ്പോഴേക്കും അടുത്ത കോൾ വരും. വെക്കട്ടെ. മഹാദേവൻ തമ്പി ഫോൺ വെച്ചു. കടുത്ത മാനസിക സംഘർഷം അയാളെ ഞെരുക്കി തുടങ്ങി. മുറിയിലൂടെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കോപവും നൈരാശ്യവും ദുഃഖവും കൊണ്ട് അയാൾ വീർപ്പ് മുട്ടി. ഒരു വേള അയാൾ ഭഗ്നാശനായി നിന്ന യോഹന്നാൻ്റെ മുന്നിലെത്തി. ഒന്നും ചോദിക്കാതെയും പറയാതെയും കൈ വീശി അയാളുടെ മുഖമടച്ച് ഒറ്റയടി അടിച്ചു. യോഹന്നാൻ പിന്നോട്ട് വേച്ചുപോയി ഭിത്തിയിലിടിച്ച് ചാരി നിന്നു. മഹാദേവൻ തമ്പി ക്രുദ്ധനായി പ്രിൻസിയുടെ നേർക്ക് തിരിഞ്ഞു. വലം കൈകൊണ്ട് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിന്നോട്ടാഞ്ഞു തള്ളി. അവൾ കിടക്കയിലേക്ക് മലർന്നടിച്ചു വീണു. എന്നിട്ടും കലി തീരാഞ്ഞ് കട്ടിലിൻ്റെ ഒരു വശം പൊക്കി മറുവശത്തേക്ക് മറിച്ചിട്ടു. മറുവശത്ത് ടീപ്പോയിന്മേലിരുന്ന മദ്യക്കുപ്പിയും സോഡായും ഗ്ലാസും തെറിച്ച് വീണ് പൊട്ടിച്ചിതറി. കമിഴ്ന്നു വീണ കട്ടിലിനടിയിൽ നിന്ന് പ്രിൻസിയുടെ കരച്ചിലുയർന്നു. മദം പൊട്ടിയ ഒറ്റയാനെ പോലെ മഹാദേവൻ തമ്പി ഉഴറി നടന്നു. വീണ്ടും ടെലിഫോൺ മണി മുഴങ്ങി. ഇത്തവണ തമ്പി തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ അച്ഛാ, ഞാനാ. ശൈലജയുടെ സ്വരത്തിൽ ഇത്തവണ കരച്ചിലിന് പകരം രോഷാഗ്നിയുടെ ഇരമ്പലായിരുന്നു. മോളെ, നിന്നെ ആരെങ്കിലും വിളിച്ചോ? അപ്പം അച്ഛൻ അറിഞ്ഞു അല്ലേ? എനിക്കൊരു അനോണിമസ് കോൾ ഉണ്ടായിരുന്നു. മോൻ അവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. പാമ്പ് യോഹനൻ എന്നൊരാളുണ്ടോ ഇപ്പോൾ അച്ഛൻ്റെ ബംഗ്ലാവിൽ? അത് പിന്നെ അങ്ങനെ ഒരാൾ. പക്ഷേ ഞരങ്ങണ്ട. അയാളെയും അയാളുടെ ഭാര്യയെയും മകളെയും മകനെയും അച്ഛൻ തട്ടിക്കൊണ്ടുവന്ന് ബംഗ്ലാവിൽ തടവിലിട്ടിരിക്കുകയാണോ? തടവിലൊന്നുമല്ല. അയാളിവിടെ നിൽപ്പുണ്ട്. എൻ്റെ തൊട്ട് മുന്നിലുണ്ട്. ഞാൻ വേണമെങ്കിൽ അയാൾക്ക് ഫോൺ കൊടുക്കാം. നീ അയാളോട് തന്നെ ചോദിച്ചു നോക്ക്. എനിക്ക് അയാളോട് സംസാരിക്കണ്ട. അച്ഛൻ അയാളുടെ മകളുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്ക്. മോളെ, അവളിപ്പോൾ എൻ്റെ അടുത്തില്ല. അച്ഛനോടാ പറഞ്ഞത് അവൾക്ക് ഫോൺ കൊടുക്കാൻ. ഫോണിലൂടെ ശൈലജയുടെ ചീറുന്ന സ്വരം ധർമ്മരാജന് പോലും കേൾക്കാമായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. മോളെ, നീ എന്തോ തെറ്റിദ്ധാരണ. അച്ഛനോടാ പറഞ്ഞത് ഫോൺ അവൾക്ക് കൊടുക്കാൻ. എനിക്കിപ്പോൾ അവളോട് സംസാരിക്കണം. വൈശാഖൻ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. വൈശാഖൻ സംസാരിക്കണോ അച്ഛനോട്? മഹാദേവൻ തമ്പി പതറി. ധർമ്മ, ആ ചെകുത്താൻ്റെ മോളെ പൊക്കിയെടുത്തോണ്ട് വാ.
ധർമ്മരാജൻ ചെന്ന് കട്ടിൽ വലിച്ചു മാറ്റി. നിലത്ത് കിടന്ന പ്രിൻസിയുടെ നെറ്റി പൊട്ടി ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. ധർമ്മരാജൻ അവളെ നിലത്തുകൂടി വലിച്ചിഴച്ച് മഹാദേവൻ തമ്പിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി. അവളുടെ ശരീരം ആലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മഹാദേവൻ തമ്പി ഫോൺ അവളുടെ നേർക്ക് നീട്ടി. ദാ സംസാരിക്ക്. മൗത്ത് പീസ് പൊത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. എനിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ ശവം ഈ ബംഗ്ലാവിനുള്ളിൽ ഞാൻ കുഴിച്ചു മൂടും. അയാൾ മൗത്ത് പീസ് മാറ്റി. ധർമ്മരാജൻ അവളുടെ കയ്യിലേക്ക് റിസീവർ പിടിപ്പിച്ചു. എന്നിട്ട് കൈമടക്കി കാതോട് ചേർത്ത് പിടിച്ചു കൊടുത്തു. അവളുടെ കയ്യിലിരുന്ന് റിസീവർ വിറകൊണ്ടു. ആ സംസാരിച്ചോ? ധർമ്മരാജൻ റിസീവറിനടുത്തേക്ക് കുനിഞ്ഞു പറഞ്ഞു. പ്രിൻസി. ഫോണിലൂടെ ഒരു സ്ത്രീ ശബ്ദം അവൾ കേട്ടു. മഹാദേവൻ തമ്പിയുടെ മുഖത്തേക്ക് പ്രിൻസി ഒന്ന് പാളി നോക്കി. അയാളുടെ കണ്ണുകളിൽ നിന്ന് തൻ്റെ നേർക്ക് തീപ്പൊരി ചിതറുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഫോണിലൂടെ ആ സ്ത്രീ സ്വരം അപ്പോഴും കേൾക്കാമായിരുന്നു. പ്രിൻസി, നീയല്ലേ ഫോൺ എടുത്തിരിക്കുന്നേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അതെ. അച്ഛൻ നിൻ്റെ മുൻപിൽ നിൽപ്പുണ്ടോ? ധർമ്മരാജനുണ്ടോ? യോഹന്നാൻ എന്ന പേരുള്ളയാളിൻ്റെ മകളാണോ നീ? അതെ. നിൻ്റെ അപ്പനും അമ്മയും അനുജനും ബംഗ്ലാവിലുണ്ടോ? ഉണ്ട്. അവരെയും നിന്നെയും മഹാദേവൻ മുതലാളി പിടിച്ചോണ്ട് വന്ന് തടവിലിട്ടിരിക്കുകയാണോ? പ്രിൻസി ചകിതയായി ധർമ്മരാജനെയും മഹാദേവൻ തമ്പിയെയും നോക്കി. പറഞ്ഞു തന്ന പോലെ പറയടി. ധർമ്മരാജൻ പല്ലുകൾക്കിടയിലൂടെ ചീറി. ഞങ്ങളെ ആരും പിടിച്ചോണ്ട് വന്നതല്ല. ആരും ഞങ്ങളെ. പെട്ടെന്ന് പ്രിൻസിക്ക് കരച്ചിൽ പൊട്ടി. കണ്ണുനീർ കുടുകുടെ വീണു. തേങ്ങലടക്കി പിടിച്ച് അവൾ ഏതാനും നിമിഷം നിന്നു. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം അതെ എന്നാണെങ്കിൽ മൂളിയാ മതി കേട്ടോ. ധർമ്മരാജൻ്റെ ആൾക്കാർ നിന്നെ ബലമായിട്ട് പിടിച്ചോണ്ട് വന്നതല്ലേ? അവരുടെ മുഖത്തോട്ട് നോക്കാതെ വേണം മറുപടി പറയാൻ. നിന്നെ അവർ ഉപദ്രവിച്ചോ? നിൻ്റെ അപ്പനെയും അമ്മയെയും ഉപദ്രവിച്ചോ? നിങ്ങളെ മുതലാളി ആൾക്കാരും കൂടി തടഞ്ഞു വെച്ചിരിക്കുകയാണോ? അച്ഛൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്ക്. അവൾ പെട്ടെന്ന് മഹാദേവൻ തമ്പിയുടെ നേർക്ക് റിസീവർ നീട്ടി. പകയോടെ അവളെ നോക്കിയിട്ട് അയാൾ റിസീവർ വാങ്ങി. ഹലോ അച്ഛാ, ഞാനാ. അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അവരെ ഞാൻ ഉടനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പോവുക. അയാൾ പറഞ്ഞു. അതുമാത്രം വേണ്ടച്ചാ. അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം. അവരെ തടഞ്ഞു വെക്കണം. ഞാനും വൈശാഖനും കൂടി ഉടനെ അങ്ങോട്ട് വരികയാണ്. ഞങ്ങൾ വരുമ്പോൾ യോഹന്നാനും കുടുംബവും അവിടെ ഉണ്ടാവണം. അവരെ തടഞ്ഞു വെക്കാൻ നമുക്ക് എന്തധികാരം? വിട്ടയച്ചേക്കാം. വിട്ടയക്കരുതച്ചാ. എൻ്റെ മോനെ തിരിച്ചു കിട്ടണമെങ്കിൽ എനിക്ക് അവരുടെ സഹായം വേണം അച്ഛാ. നിൻ്റെ മോനും അവരും തമ്മിൽ എന്താ ബന്ധം? അത് ഞാൻ അവിടെ വന്നിട്ട് പറയാം. യോഹന്നാനെയോ അയാളുടെ മകളെയോ അച്ഛൻ ഉപദ്രവിക്കരുത്. അവർക്കൊരു പോറൽ പോലും ഏൽക്കരുത്. അച്ഛൻ അവരോട് എങ്ങനെ പെരുമാറുന്നോ അതനുസരിച്ചാണ് എൻ്റെ മോൻ്റെ ജീവൻ. നീ ഇങ്ങോട്ട് വരണ്ട മോളെ, ഞാൻ അങ്ങോട്ട് വരാം. അച്ഛൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇവിടെ ആരുമില്ല അച്ഛാ. എൻ്റെ മോൻ ഉൾപ്പെടെ എല്ലാവരും അവിടെയല്ലേ. ഞങ്ങൾ ഉടനെ അങ്ങോട്ട് തിരിക്കുന്നു. വെക്കുകയാ. അടുത്ത നിമിഷം ലൈൻ ഡിസ്കണക്റ്റായി. മഹാദേവൻ തമ്പി നിസ്സഹായതയോടെ ധർമ്മരാജനെ നോക്കി. ശൈലയുടെ മോനെ തട്ടിക്കൊണ്ടു പോയത് അവനാണ് അല്ലേ ധർമ്മൻ? നരേന്ദ്രൻ. കാണാനില്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. ഈ ഇടുക്കി ജില്ലയിൽ എവിടെയുണ്ടെങ്കിലും അവനെ ഞാൻ പൊക്കും. അല്ലെങ്കിൽ പിന്നെ എന്തിനാടോ ഈ പോലീസ്? ധർമ്മരാജൻ എന്തോ ആലോചിച്ച് നിന്നു. നീ എന്താ ധർമ്മ ഒരുമാതിരി പേടി കിട്ടിയ പോലെ നിൽക്കുന്നേ? ഞാനൊന്ന് കണക്ക് കൂട്ടുകയാ മുതലാളി. കുട്ടിയെ കാണാതായിട്ട് 2 മണിക്കൂറിൽ കൂടുതലായില്ലല്ലോ. എറണാകുളത്ത് നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയവർ ഇവിടെ എത്തണമെങ്കിൽ കുറഞ്ഞത് 3 മണിക്കൂർ എടുക്കും. അവർക്ക് ശാന്തമ്പാറയിലോട്ട് വരാൻ 5 വഴികളേ ഉള്ളൂ. ആ 5 വഴിയിലും ചെക്കിങ്ങിന് പോലീസിനെ നിർത്തിയാൽ വരുന്ന വഴിക്ക് തന്നെ അവരെ പിടിക്കാം. എല്ലായിടത്തും ചെക്ക് പോസ്റ്റുകളുണ്ട്. വണ്ടികൾ തടഞ്ഞാലും ആർക്കും സംശയം തോന്നില്ല. എന്നാലത് ഉടനെ വേണം ധർമ്മ. മുതലാളി തന്നെ വിളിച്ചു പറ. അടിമാലി സർക്കിളിനെ വിളിച്ചു പറഞ്ഞാൽ അടിമാലി റൂട്ടും പാമ്പള റൂട്ടും ചെക്ക് ചെയ്യാം. കുട്ടിക്കാനോ വാഗമണ്ണും പീരുമേട് സർക്കിളും നോക്കിക്കൊള്ളും. പൈനാവ് വഴി ഇടുക്കി പോലീസിനെ കൊണ്ട് ഫീല് ചെയ്യിക്കാം. കുട്ടിയെ തട്ടിക്കൊണ്ടു വരുന്നവർക്ക് ഹൈറേഞ്ചിലോട്ട് കടക്കാൻ വേറെ മാർഗമൊന്നുമില്ല. മഹാദേവൻ തമ്പി ടെലിഫോണിനടുത്തേക്ക് നീങ്ങി. ഫോണെടുക്കാൻ നീട്ടിയ കൈ ബെല്ലടി ശബ്ദം കേട്ട് ഞെട്ടിയ പോലെ പിന്നോട്ട് വലിഞ്ഞു. ധർമ്മരാജനെ ഒന്ന് നോക്കിയ ശേഷം അയാൾ റിസീവർ എടുത്ത് കാതോട് ചേർത്തു. ഹലോ, മഹാദേവൻ തമ്പിയാ. എടോ പറട്ട മുതലാളി, തൻ്റെയും തൻ്റെ പ്രധാനമന്ത്രി ധർമ്മരാജൻ്റെയും തലയിലുദിക്കുന്ന കുടിലബുദ്ധിയൊന്നും ഞങ്ങൾ അറിയില്ലാന്ന് വിചാരിച്ചോ? പോലീസിൽ അറിയിച്ച് ഞങ്ങളെ പൂട്ടാമെന്നൊന്നും താൻ കരുതണ്ട. ഹൈറേഞ്ചിലോട്ട് കടക്കാൻ 5 വഴി മാത്രമല്ലടോ ഉള്ളത്. 6ാമതൊരു വഴി കൂടിയുണ്ട്. തമ്പി മുതലാളി പതറി നിന്നു. ഒരു കാര്യം ഞങ്ങൾ ആദ്യമേ പറഞ്ഞേക്കാം. ഇത് പോലീസിൽ അറിയിച്ചാൽ തൻ്റെ മോളുടെ കുട്ടിയെ ഇനി ഒരിക്കലും തനിക്ക് ജീവനോടെ കാണാനൊക്കില്ല. അത് ഞങ്ങൾ തൻ്റെ മോളോടും അവളുടെ ഭർത്താവിനോടും പറഞ്ഞിട്ടുണ്ട്.
അവളുടെ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട അതിന് ഒരേ ഒരു ഉത്തരവാദി താനായിരിക്കുമെന്ന്. നിങ്ങൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയെന്നല്ലാതെ ആരാ എന്താ എന്നൊന്നും പറയുന്നില്ല. തൻ്റെ കുടുംബത്തിൻ്റെയും കാലൻ, മനസ്സിലായോ? തൻ്റെ മോളുടെ കുട്ടിയുടെ ശബ്ദം വേണമെങ്കിൽ താനൊന്ന് കേട്ടു. ഫോൺ കൈമാറുന്ന ചെറിയ ശബ്ദങ്ങൾ മറുപുറത്തു നിന്നും മഹാദേവൻ തമ്പി കേട്ടു. നിന്റെ മുത്തശ്ശനാ, അമ്മയുടെ അച്ഛൻ. സംസാരിച്ചോ? ആരോ അടക്കിയ സ്വരത്തിൽ പറയുന്നു. മുത്തച്ഛ, ഒരു കുട്ടിയുടെ പരിഭ്രാന്തമായ ശബ്ദം. ജയ്മോനെ, ഇത് ഞാനാ. മുത്തച്ഛ, എനിക്ക് പേടിയാ. നീ എവിടെയാ മോനെ? മഹാദേവൻ തമ്പിയുടെ കഠിന ഹൃദയം പേരക്കുട്ടിയുടെ നനഞ്ഞ സ്വരം കേട്ട മാത്രയിൽ തരളമായി. എനിക്കറിയാൻ മേല, എൻ്റെ കണ്ണ് കെട്ടിവെച്ചിരിക്കുക. മോനെ, ആരാ നിൻ്റെ കൂടെയുള്ളത്? മഹാദേവൻ തമ്പി, ചെകുത്താൻ്റെ സഹോദരാ. നീ ആ ഫോൺ യോഹന്നാൻ്റെ കയ്യിലോട്ട് കൊടുക്ക്, വേഗം കൊടുക്ക്. മറുപുറത്ത് കുട്ടിയുടെ ചിണുങ്ങിയുള്ള കരച്ചിലിന് മീതെ പരുഷ സ്വരം. മഹാദേവൻ തമ്പി യോഹന്നാൻ്റെ നേർക്ക് നോക്കി. അടുത്തേക്ക് വരാൻ കയ്യാട്ടി വിളിച്ചു. കുട്ടിയുടെ ചിണുങ്ങിയുള്ള കരച്ചിൽ കേൾക്കാമായിരുന്നതിനാൽ അയാൾ ഫോൺ കാതോട് ചേർത്ത് പിടിച്ചിരുന്നു. യോഹന്നാൻ അടുത്തു വന്നു. തമ്പി മുതലാളി ഫോൺ അയാൾക്ക് കൈമാറി. ഹലോ, യോഹന്നാൻ്റെ ഒച്ച പതറിയിരുന്നു. ഹലോ, യോഹന്നാൻ ചേട്ടനാണോ? ആദ്യം യോഹന്നാൻ അത് ആരുടെ ശബ്ദമാണെന്നും മനസ്സിലായില്ല. യോഹന്നാൻ ചേട്ടാ, ഇത് ഞാനാ, നരേന്ദ്രൻ. ആ ശബ്ദം തിരിച്ചറിഞ്ഞതും തൻ്റെ ദേഹത്തൊരു കോരിത്തിരിപ്പ് പടരുന്നത് യോഹന്നാൻ തിരിച്ചറിഞ്ഞു. ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, ഞാനുണ്ട് കൂടെ. ആപത്തിൽപ്പെട്ട കൂട്ടുകാരെ ഉപേക്ഷിച്ചു പോകുന്നവനല്ല നരേന്ദ്രൻ. യോഹന്നാൻ്റെ കണ്ണിൽ നിന്ന് 4-5 കണ്ണുനീർത്തുള്ളികൾ വീണതല്ലാതെ ഒരു ശബ്ദവും പുറത്തു വന്നില്ല. പ്രിൻസിയുടെ കയ്യിലോട്ട് ഫോൺ കൊടുത്തേ, അവൾ അടുത്തില്ലേ? യോഹന്നാൻ മഹാദേവൻ തമ്പിയെ നോക്കി. പ്രിൻസിക്ക് കൊടുക്കാൻ പറയുന്നു. കൊടുക്കട നായേ, അയാൾ വെറുപ്പോടെ പറഞ്ഞു. അടുത്തു നിന്ന് പ്രിൻസിയുടെ നേർക്ക് യോഹന്നാൻ ഫോൺ നീട്ടി. അവൾ റിസീവർ വാങ്ങി ചെവിയോട് ചേർത്ത് പിടിച്ചു. മിഴിച്ചു നിൽക്കാതെ ഹലോ എന്ന് പറയടി. ധർമ്മരാജൻ അവളുടെ നേർക്ക് തട്ടിക്കയറി. ഹലോ, പ്രിൻസിയാണോ? ആ, ഇത് നരേന്ദ്രനാ. നിനക്ക് ഞാനുണ്ട് മോളെ, നിന്റെ ചേട്ടൻ. എൻ്റെ കുട്ടി ധൈര്യമായിട്ടിരുന്നു. ആ പന്നിയുടെ മോൻ ഇനി എൻ്റെ മോളെ നുള്ളി നോവിക്കുക പോലുമില്ല കേട്ടോ. പ്രിൻസിക്ക് അപ്പോൾ ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. ആ പിശാചിൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുത്തേക്ക് മോളെ. പ്രിൻസി മഹാദേവൻ തമ്പിയുടെ നേർക്ക് ടെലിഫോൺ റിസീവർ നീട്ടി. മഹാദേവൻ പിടിച്ചു പറിക്കും പോലെ അത് വാങ്ങി കാതോട് ചേർത്തു. ഹലോ, മഹാദേവൻ തമ്പി, തന്തയ്ക്ക് പിറക്കാത്ത തെണ്ടി. ഇപ്പോൾ സമയം 12:10. ഈ നിമിഷം മുതൽ അവരെ എൻ്റെ കയ്യിൽ തിരിച്ച് ഏൽപ്പിക്കുന്നത് വരെ താനിത് കുറിച്ചിട്ടു. ആ പെൺകുട്ടിക്കൊരു പോർലെങ്കിലും ഏൽപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ തൻ്റെ പേരക്കുട്ടിയുടെ ശവം ഒരു സുന്ദരൻ പാഴ്സലായിട്ട് ഞാൻ ഉടനങ്ങ് എത്തിച്ചു തരും. ഓർമ്മയിരിക്കട്ടെ. ലൈൻ അതോടെ ഡിസ്കണക്റ്റായി. ജീപ്പ് ഏലത്തോട്ടത്തിന് മധ്യേയുള്ള ആസ്പെറ്റോ ഷെഡിനരികെ വന്ന് നിന്നു. ഷെഡിനുള്ളിൽ വിളക്കുണ്ടായിരുന്നു. ഷെഡിൽ കാത്തിരുന്ന ശാന്തമ്പാറ ശശിയും കുഞ്ഞുമോനും ജാഗരൂകരായി. അത് നരേന്ദ്രനും കൂട്ടരുമാ. വെന്റിലേഷനിൽ കൂടി എത്തി നോക്കിയിട്ട് കുഞ്ഞുമോൻ പറഞ്ഞു. ശശി വാതിൽ തുറന്നു. കണ്ണ് മൂടിക്കെട്ടിയ ഒരു ബാലനെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് കരുണനും നരേന്ദ്രനും ജീപ്പിൻ്റെ വെളിച്ചത്തിലൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകൾ അണച്ചിട്ട് ഡാനിയും വണ്ടിയിൽ നിന്നിറങ്ങി. എല്ലാവരും ഷെഡിനുള്ളിൽ കയറിയതോടെ വാതിലടഞ്ഞു. എല്ലാം ഭംഗിയായി നടന്നല്ലോ അല്ലേ? ശാന്തമ്പാറ ശശി ചോദിച്ചു. ഉവ്വ്, ഡാനി പറഞ്ഞു. ഒരിടത്തും ഒരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ? ഇല്ല. എന്തെങ്കിലും സംശയമോ മറ്റോ? സംശയിക്കാൻ എന്താ, കാര്യങ്ങളെല്ലാം ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കൊന്ന് ഉറങ്ങണം. നീ രാത്രി ഇതുവരെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, നരേന്ദ്രൻ പറഞ്ഞു. ആരാ ഉറങ്ങിയത്? ഞങ്ങളോ? കുഞ്ഞുമോനെ, നീ ഒരു 2 മണിക്കൂർ ഞങ്ങൾക്ക് കാവലിരിക്കെ. ആ കൊച്ചിനെയും വല്ലയിടത്തും കെടുത്ത്. അതും ഉറങ്ങിയിട്ടില്ല, ഡാനി പറഞ്ഞു. നരേന്ദ്രനും കരുണനും കയ്യിൽ നിന്നും പിടിവിട്ടതോടെ ശൈലജയുടെ കുട്ടി ഒരു അന്ധബാലനെ പോലെ മുന്നോട്ടോ പിന്നോട്ടോ ചൂട് വയ്ക്കാൻ ധൈര്യമില്ലാതെ അങ്ങനെ തന്നെ നിന്നു. ആകെ 2 പഴഞ്ചൻ കട്ടിലുകളെ ആ ഷെഡിൽ ഉണ്ടായിരുന്നുള്ളൂ. ഡാനിയും കരുണനും അതിലൊന്നിൽ കയറി കിടന്നു കഴിഞ്ഞു. നരേന്ദ്രൻ ഷെഡിനു പിന്നിൽ വീപ്പിയിൽ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളം കോരി കൈകാലുകളും മുഖവും കഴുകി. തണുപ്പ് കാറ്റടിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിലും മലമുകളിലെ വായുവിന് നല്ല തണുപ്പുണ്ടായിരുന്നു. വനത്തിൻ്റെ മേലാപ്പിൽ നിന്ന് ഒരു ശിഖരം ഒടിഞ്ഞു വീണ പഴുതിലൂടെ കണ്ട ഒരേയൊരു നക്ഷത്രം തന്നെ ഉറ്റു നോക്കുകയാണെന്ന് അവന് തോന്നി. വാതിലടച്ച ശേഷം നരേന്ദ്രൻ കട്ടിലിനരികെ വന്നു. ശൈലജയുടെ മകനെ കുഞ്ഞുമോൻ ഒരു ചാക്ക് വിരിച്ച് നിലത്ത് കിടത്തിയിരിക്കുകയായിരുന്നു. തണുത്തിട്ട് അവൻ്റെ പാദങ്ങൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നരേന്ദ്രൻ ഏതാനും നിമിഷം അവനെ നോക്കി നിന്നു. ഷെഡിൻ്റെ വരാന്തയിൽ നിന്ന് കുഞ്ഞുമോന് ശശിയും സംസാരിക്കുന്നത് കേൾക്കാം. നരേന്ദ്രൻ കുട്ടിയെ എടുത്ത് കട്ടിലേക്ക് കിടത്തി. പിന്നെ അവൻ്റെ ഒപ്പം നരേന്ദ്രനും കിടന്നു. നിർത്താതെയുള്ള ഹോൺ ശബ്ദം കേട്ടാണ് മഹാദേവൻ തമ്പി ഉണർന്നത്. അയാൾ വാൾ ക്ലോക്കിലേക്ക് നോക്കി. 4 മണി കഴിഞ്ഞിട്ടേയുള്ളൂ.
രാത്രി 1 മണിക്കാണ് കിടന്നത്. കണ്ണുകൾ പുളിക്കുന്നത് പോലെ തോന്നി. അയാൾ എണീറ്റ് ജനാലയുടെ നേർക്ക് നടന്നു. ഗേറ്റിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൻ്റെ ഹെഡ്ലൈറ്റുകളിൽ നിന്നുള്ള വെളിച്ചമേറ്റ് അയാളുടെ കണ്ണഞ്ചിപ്പോയി. ഗേറ്റ് കീപ്പർ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് കാണാമായിരുന്നു. കാറ് കോമ്പൗണ്ടിലേക്ക് കടന്നു. അത് ഗ്യാരേജിന് മുമ്പിൽ ചെന്ന് നിന്നു. വൈശാഖനും ശൈലജയും കാറിൽ നിന്നിറങ്ങി. ധർമ്മരാജൻ ഇതിനകം ഹാളിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. മഹാദേവൻ തമ്പി തിടുക്കത്തിൽ പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നു. അകത്തേക്ക് വരികയായിരുന്ന ശൈലജ അച്ഛനെ കണ്ട് ഒരു നിമിഷം നിന്നു. മോളെ. മഹാദേവൻ തമ്പി അവളുടെ അടുത്തേക്ക് ചെന്നു. ശൈലജയുടെ നോട്ടത്തിലെ തീക്കനലിൻ്റെ തിളക്കം അയാളുടെ കണ്ണുകളെ പൊള്ളിച്ചു. എൻ്റെ മോനെവിടെ? മഹാദേവൻ തമ്പി കൈകൾ താഴ്ത്തിയിട്ട് തല കുനിച്ച് നിന്നു. ശൈലജ അയാളുടെ കൈകളിൽ പിടിച്ച് വീണ്ടും ചോദിച്ചു, അച്ഛൻ എന്താ മറുപടിയില്ലാത്തത്? നിനക്കെല്ലാം അറിയാമല്ലോ മോളെ. എനിക്കൊന്നു മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ മോനെവിടെയാ? നിന്നോടവൻ പറഞ്ഞില്ലേ നരേന്ദ്രൻ? അവൻ്റെ കൈവശമാണിപ്പോൾ ജയ്മോൻ. എങ്ങനെ അവൻ നരേന്ദ്രൻ്റെ കൈകളിലെത്തി? അവനെ എനിക്ക് ജീവനോടെ തിരിച്ച് കിട്ടുമോ? അതോ അച്ഛൻ്റെ മകനെ എടുത്ത പോലെ ഏതെങ്കിലും ഡാമിൻ്റെ അടിത്തട്ടിന്ന് പൊക്കിയെടുക്കണോ? തീത്തുള്ളി പോലെയുള്ള വാക്കുകൾ വീണ് അയാളുടെ നെഞ്ചു പൊള്ളി. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? അച്ഛനോടല്ലാതെ ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? അച്ഛൻ തന്നെ പറ. അവൾ അയാളുടെ ഇരു കൈകളും പിടിച്ചുലച്ചു. ഒരു മകനെ അണക്കെട്ടിൽ മുക്കിക്കൊന്നിട്ടും അച്ഛന് മതിയായില്ലേ? അന്നേ ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ഈ ചോരക്കളി നിർത്തിയിട്ട് തിരിച്ചു പോരാൻ. അച്ഛനത് കേട്ടില്ല. എൻ്റെ മകനെ കൊന്നവനെ വെറുതെ വിട്ടിട്ട് ഞാൻ കയ്യും കെട്ടി ഇരിക്കണോടി. എന്നിട്ട് എന്തായി അച്ഛാ? ആരാ ഇപ്പോഴും ജയിച്ചു നിൽക്കുന്നത്? പ്രതികാരത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ച ആ മനുഷ്യനെ തളയ്ക്കാൻ അച്ഛന് പറ്റുമോ? ഇല്ലെന്ന് എത്രയോ വട്ടം തെളിഞ്ഞു. അയാൾ വാരിക്കുഴി ഒരുക്കി കാത്തിരിക്കുന്നു. അച്ഛൻ സ്വയം കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി അതിലിട്ടു കൊടുക്കുന്നു. അതല്ലേ നടക്കുന്നത്? മഹാദേവൻ തമ്പി മറുപടി പറയാൻ വാക്കുകൾക്കായി പരതി. ആ യോഹന്നാൻ എവിടെ അച്ഛാ? എനിക്കൊന്ന് കാണിച്ചതാ. മഹാദേവൻ തമ്പി ധർമ്മരാജൻ്റെ നേർക്ക് നോക്കി ഒരു സഞ്ജ നൽകി. അയാൾ കാണിച്ചു തരും, മഹാദേവൻ തമ്പി പറഞ്ഞു. വൈശാഖനും ശൈലജയും ധർമ്മരാജൻ്റെ പിന്നാലെ ഒരു മുറിയിൽ ചെന്ന് കയറി. അവിടെ നിലത്തു വിരിച്ച കാർപ്പറ്റിൽ ഒരു പെൺകുട്ടി ചുരുണ്ടുകൂടി കിടപ്പുണ്ടായിരുന്നു. യോഹന്നാൻ മുറിക്കുള്ളിൽ നടക്കുകയാണ്. യോഹന്നാൻ്റെ ഭാര്യ ചുമരും ചാരി നിലത്തിരിക്കുകയും കിടക്കിയിൽ ഒരു ബാലൻ കിടന്നുറങ്ങുന്നു. ധർമ്മരാജനും ശൈലജയും കടന്നു ചെന്നപ്പോൾ ഭിത്തി ചാരിയിരുന്ന സ്ത്രീ എഴുന്നേറ്റു. അവരുടെ മുഖം കരഞ്ഞു തിണർത്തിരുന്നു. യോഹന്നാൻ നടപ്പ് നിർത്തി. ധർമ്മരാജനെയും ശൈലജയെയും അയാൾ തിരിച്ചറിഞ്ഞു. അടിയേറ്റ് നീര് വന്ന് ചീർത്ത അയാളുടെ മുഖത്തേക്ക് ശൈലജ സൂക്ഷിച്ചു നോക്കി. ഞാൻ ഫോണിൽ വിളിച്ച ശേഷം ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചോ? ഇല്ലെന്ന് അയാൾ തലയാട്ടി. ശൈലജ തിരിഞ്ഞ് ധർമ്മരാജനെ നോക്കി. ധർമ്മരാജൻ പുറത്തു പോ. ആദ്യം മടിച്ചു നിന്നെങ്കിലും അവളുടെ മൂർച്ചയേറിയ നോട്ടത്തിന് മുമ്പിൽ കീഴടങ്ങി അയാൾ മുറിവിട്ട് ഇറങ്ങിപ്പോയി. പ്രിൻസി ഉറക്കമാണോ? ശൈലജ ചോദിച്ചു. മോളെ. പ്രിൻസിയുടെ അമ്മ കുനിഞ്ഞ് പ്രിൻസിയുടെ തോളിൽ സ്പർശിച്ചു. തീപ്പൊള്ളലേറ്റ പോലെ അവൾ ഞെട്ടി ഉണർന്നു. കണ്ണുമിഴിച്ച് പകച്ചു നോക്കി. മുന്നിലൊരു സ്ത്രീരൂപം നിൽക്കുന്നത് കണ്ട് പിടഞ്ഞെഴുന്നേറ്റു. ശൈലജ അവളുടെ അരികെ ചെന്നു. അവളുടെ നെറ്റിയിൽ നിന്നും ഒലിച്ച ചോരച്ചാൽ ഇടത്തേ കവിളിൻ്റെ കീഴറ്റം വരെ ഉണങ്ങിപ്പിടിച്ചിരുന്നു. മേൽചുണ്ടും മൂക്കിൻ്റെ ഇടതുഭാഗവും നീര് വന്ന് വീർത്തിരുന്നു. കീഴ്ചുണ്ടിന് താഴെയും ചോരയുണങ്ങിയ പാടുകളുണ്ടായിരുന്നു. ശൈലജ കൈ നീട്ടി അവളുടെ കവളത്ത് സ്പർശിച്ചു. അവൾ ഭയന്നിട്ടെന്നവണ്ണം ഒരു ചുവട് പിന്നോട്ട് മാറി. പേടിക്കേണ്ട കുട്ടി. രാത്രിയിൽ ഞാനാണ് നിന്നെ ഫോണിൽ വിളിച്ചത്. ശൈലജ തൻ്റെ കൈത്തല അവളുടെ കവളത്ത് ചേർത്ത് ആശ്വസിപ്പിച്ചു. ഞാൻ വിളിച്ച ശേഷം ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ? അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു ചെറിയ കണ്ണീർച്ചാൽ ഒലിച്ചിറങ്ങി ശൈലജയുടെ വിരലുകളിൽ വന്നു തൊട്ടു. പേടിക്കണ്ട, പറഞ്ഞു. ഉപദ്രവിച്ചില്ല, കുറേ ചീത്ത പറഞ്ഞു. സാരമില്ല. ശൈലജ അവളുടെ തോളത്ത് മൃദുവായി തട്ടി. എന്നിട്ട് യോഹന്നാനെ നോക്കി. ഇനി ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല കേട്ടോ? യോഹന്നാനും മിണ്ടാൻ വയ്യായിരുന്നു. അയാളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. ശൈലജ മുറിവിട്ടിറങ്ങി. പ്രഭാതം. മതികെട്ടാനിലെ കുന്നുകളിലെല്ലാം മൂടൽമഞ്ഞ് വ്യാപിച്ചിരുന്നു. അത് വെളുത്ത ഇരുട്ടുപോലെ ഒരു 15 വാര ചുറ്റുപാടിനപ്പുറത്തുള്ളതെല്ലാം അദൃശ്യമാക്കിയിരുന്നു. ശാന്തമ്പാറ ശശി ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് പേത്തൊട്ടിക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. മൂടൽമഞ്ഞുള്ളത് ഒരു കണക്കിന് നന്നായി, ശശി കുഞ്ഞുമോനോട് പറഞ്ഞു. നരേന്ദ്രൻ ഷെഡിന് പുറത്തേക്ക് വന്നു. എല്ലാം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ശശിയേട്ടാ, കുഴപ്പമൊന്നും ഇല്ലെന്ന് കണ്ട 9 മണിക്കൊരു വണ്ടി വിട്ടേക്ക്, നരേന്ദ്രൻ പറഞ്ഞു. ശശി തലയാട്ടി. രാമൻകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ അയച്ച് ഒന്ന് അന്വേഷിച്ചേക്കണം, നിലവിലുള്ള സ്ഥിതിവിവരങ്ങൾ. അതിനും ശശി തലയാട്ടി. അയാൾ ജീപ്പ് ഓടിച്ചു പോയി. പൂപ്പാറ മുതൽ മതിൽകെട്ടാൻ വരെ മലനിരകളിൽ പോലീസ് നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു.
നമ്മൾ പേടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? കുഞ്ഞുമോൻ നരേന്ദ്രനോട് ചോദിച്ചു. അവർ പോലീസിൽ അറിയിച്ചാലേ പ്രശ്നമുള്ളൂ. നമ്മൾ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും മാറേണ്ടി വരും. പക്ഷേ ആ കൊച്ച് നമ്മുടെ കയ്യിലുള്ളപ്പോൾ തമ്പിക്ക് അതിന് ധൈര്യം വരില്ല, നരേന്ദ്രൻ പറഞ്ഞു. ആ കൊച്ചിനെ വിളിച്ചുണർത്തിയേക്കട്ടെ, നമ്മൾ റെഡിയായി നിൽക്കണ്ടേ? ആ വിളിക്ക്. കുഞ്ഞുമോൻ അകത്തേക്ക് കയറി പോന്നു. ഡാനിയും കരുണനും ഉണർന്ന ഓരോ ബീഡി വലിച്ചുകൊണ്ട് കട്ടിലിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കട്ടിലിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുകയാണ് ശൈലജയുടെ കുട്ടി. കുഞ്ഞുമോൻ കൈപ്പത്തി കൊണ്ട് അവൻ്റെ തുടയ്ക്ക് 2-3 അടിയടിച്ചു. അവൻ ഞെട്ടി കണ്ണു തുറന്നു. എണീക്കടാ കൊച്ചു പിശാചേ, നമുക്ക് കുരങ്ങ് കളിക്കാം. കുട്ടി എഴുന്നേറ്റിരുന്ന് നാലുപാടും പകച്ചു നോക്കി. കരയണോ വേണ്ടയോ എന്ന് ശങ്കിച്ചവൻ ഡാനിയെയും കരുണനെയും നോക്കി. അടി അവന് നന്നായി വേദനിച്ചിരുന്നു. അവൻ്റെ ചുണ്ട് വിറയ്ക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞുമോന് രസം പിടിച്ചു. നീ എന്നെ കരയാൻ പോവാണോ? ഇവിടെങ്ങാനും കണ്ണീര് വീണ അടിച്ച് നിൻ്റെ ഉളിപ്പല്ല് ഞാൻ പറിക്കും. ആഹാ, ഇങ്ങോട്ട് എഴുന്നേറ്റേടാ. അവൻ എഴുന്നേറ്റ് ഭയത്തോടെ ചൂളി പിടിച്ചു നിന്നു. എന്താടാ നിൻ്റെ പേര്? വിജയ്. വിജയ്യോ? നോവൽ തുടരും.